ഇന്നത്തെ വീഡിയോയിൽ വൈകിട്ടത്തെ കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം 3:30 ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ഒരുക്കി വിട്ട ആ ഒരു കോളത്തിലല്ല കേട്ടോ. തിരിച്ചു വരുമ്പം രണ്ടുപേരും വളരെ ദേഹമൊക്കെ അഴുക്കാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ രണ്ടുപേരെയും കൊണ്ട് നേരെയും കുളിപ്പിച്ചിട്ട് ഇനിയിപ്പം എന്തെങ്കിലും ഫുഡ് കൊടുക്കണം. മിക്ക ദിവസങ്ങളിലും ഞാൻ ചോറ് ഒക്കെ കൊടുക്കും കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കത്തില്ല. ചില ദിവസങ്ങളിൽ അവരെന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണം എന്ന് പറയുമ്പം അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ രണ്ടുപേർക്കും ചോറ് വേണ്ട, ഓട്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും കുറച്ച് മാത്രമേ കുടിക്കത്തുള്ളൂ കേട്ടോ. നമ്മൾ നിർബന്ധിച്ച് വഴക്കൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ഫുള്ളൊന്ന് കഴിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ അങ്ങ് ഓട്സൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഇനിയിപ്പോൾ ഇതങ്ങ് കൊടുക്കാനായിട്ടുള്ള പരിപാടിയാണ്. ഈ ഒരു സമയത്ത് നമ്മുടെ റിച്ചൂട്ടൻ നല്ല ഉറക്കമാണ് കേട്ടോ. അങ്ങനെ തകൃതിയിൽ അവിടെ ഇങ്ങനെ ഉറങ്ങുന്ന ആ ഒരു സമയം കൊണ്ടാണ് കേട്ടോ ഇവിടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ രണ്ടുപേർക്ക് ഓട്സൊക്കെ ഉണ്ടാക്കി ഞാൻ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി. ഇനിയിപ്പോൾ ഇത് രണ്ടുപേരെയും കൂടി ഒന്ന് കഴിപ്പിച്ചെടുക്കണം. അതാണ് കേട്ടോ വലിയൊരു ടാസ്ക്. അങ്ങനെ രണ്ടുപേർക്കും പാത്രത്തിലേക്ക് അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. എന്നിട്ട് നേരെ രണ്ടുപേരെയും വിളിച്ച് ടേബിളിൻ്റെ മുകളിലോട്ട് വാ, ഇരിക്കാം, അവിടെ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ രണ്ടുപേർക്കും ടിവിയുടെ മുമ്പിൽ തന്നെ ഇരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ ഓരോന്നൊക്കെ പറഞ്ഞ് നേരെ ഇങ്ങ് ടേബിളിൻ്റെ അടുത്ത് കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ഒരു 1.5 മണിക്കൂർ എടുത്താലും ഈ ഒരു സാധനം തീരത്തില്ല. അങ്ങനെയാണ് കേട്ടോ കഴിക്കുന്നത്. ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെയും പെട്ടെന്ന് അങ്ങ് കഴിച്ചോളും. അങ്ങനെ കുട്ടികളത് കഴിക്കുന്ന ആ ഒരു സമയം കൊണ്ട് ഞാൻ ചായ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പാലൊക്കെ ഒന്നെടുത്ത് നേരെ അങ്ങ് അടുപ്പിലേക്ക് വെക്കുമായിരുന്നേ. ഈ സമയപ്പോഴത്തേക്കും നമ്മുടെ റിച്ചിക്കുട്ടനെ അങ്ങ് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. റിച്ചുട്ടൻ്റെ ഒരു അരമണിക്കൂർ ഉറക്കവേ ഉള്ളത് ഞാൻ മുമ്പിലത്തെ വീഡിയോയിലൊക്കെ പറയുന്ന അറിയാം. അവന് അരമണിക്കൂറത്തെ ആ ഒരു ഉറക്കമാണ് മാക്സിമം. അവൻ്റെ ഉറക്കത്തിൻ്റെ സമയം അരമണിക്കൂറാട്ടോ. അങ്ങനെ അവൻ ഉണർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാട് ഉമ്മയൊക്കെ ഉണ്ടായതുകൊണ്ട് ഉമ്മ അങ്ങ് നോക്കിക്കോളും. അപ്പം ഉമ്മ എടുത്ത് അവനെ നേരെ വെളിയിലോട്ട് അങ്ങ് കൊണ്ടുപോകണം കേട്ടോ ചെയ്തത്. ഞാൻ ഇക്കാട് ഉമ്മായ മാമി എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഇവർക്ക് പോപ്കോൺ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചായയുടെ പോപ്കോൺ അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ. അങ്ങനെ പെട്ടെന്ന് പിന്നെ ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നേരെ ഞാൻ ചോളം അതിലേക്ക് അങ്ങിടുകയാണ് ചെയ്തത്. എന്നിട്ടൊന്ന് ചൂടായ ഒരു സമയത്ത് അങ്ങ് അടച്ച് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുക്കറിൻ്റെ അടപ്പുകൊണ്ട് തന്നെ അങ്ങ് അടച്ച് വയ്ക്കും. അപ്പോഴത്തേക്കും അതെല്ലാം ഒന്ന് പൊട്ടി സെറ്റായിട്ട് വരുവേ. അപ്പോഴേക്കും നമ്മുടെ ചായയും ഇവിടെ ഏകദേശം ഒന്ന് തിളക്കാറൊക്കെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാധനം മോൾക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഈ മോള് ഇവർ കഴിക്കുന്ന സമയത്ത് നമ്മൾ റിച്ചൂട്ടനും ആൾ മോശമൊന്നുമല്ല. അവനും ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ബേക്കറി ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. കുട്ടികൾ കഴിക്കുമ്പം ആകെ 3 പല്ലേ വന്നിട്ടുണ്ടെങ്കിലും ആ ഉള്ള പല്ലിൽ അവൻ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഇങ്ങനെ കഴിക്കുന്നതാണ്. നല്ല രസമാണ് കഴിക്കുന്ന കാണാനായിട്ട്. അപ്പോൾ ഞാൻ നേരെ ചായയൊക്കെ ഇട്ടു. അങ്ങനെ പഞ്ചസാര ഇടാനായിട്ട് നോക്കിയപ്പം പിന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ പിന്നെ പെട്ടെന്ന് പാക്കറ്റ് പൊട്ടിച്ച് പിന്നെ ബോട്ടിലേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത്രയും ഒരു സമയം എടുത്ത് കേട്ടോ നമ്മുടെ മക്കൾ രണ്ടുപേരും ആ ഓട്സ് ഒന്ന് കഴിച്ചെടുക്കാനായിട്ട്. എന്നിട്ട് മോള് ഭയങ്കര വാശി പിടിച്ച് കുറച്ച് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ്. പിന്നെ എങ്ങനെയെങ്കിലും ഓരോന്നൊക്കെ പറഞ്ഞ് അതും കഴിപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടെ അതും ഇതും എല്ലാം കൂടി ഇങ്ങനെ ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണേ. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെച്ചിട്ട് നേരെ നമ്മൾ പാലൊക്കെ തിളച്ച് വന്നപ്പം അതിലേക്ക് അങ്ങ് ഇട്ടു. അങ്ങനെ പഞ്ചസാരയൊക്കെ ഇട്ടു, തേയിലയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഇട്ട് ഇനിയിപ്പം കുട്ടികൾക്ക് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇക്കായും വിളിച്ചിട്ടുണ്ടായിരുന്നു മീൻ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നാളത്തേക്ക് മീനൊന്നുമില്ല, അപ്പോൾ എന്തെങ്കിലും വാങ്ങിയിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കൂടെ കോളിങ് നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മുടെ ഉമ്മായും വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉമ്മായായിട്ടും കുറച്ചേരം കാര്യം പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ജോലികളൊക്കെ ഇങ്ങനെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ചായയൊക്കെ അരിച്ചിട്ട് കുട്ടികൾക്ക് നേരെ അങ്ങ് കൊടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇപ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 5:30 ആ ഒരു സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് മുകളിൽ നിന്ന് തുണിയും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ നേരെ ചായയൊക്കെ കുടിച്ചു. അപ്പോഴേക്കും നമ്മൾ റിച്ചൂട്ടന് ഇവിടെ കിടന്ന് തകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബിക്കാടും ഓരോന്നൊക്കെ പറയുമ്പോൾ ഓടിയും വന്നുമൊക്കെ നിൽക്കുകയാണേ. അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ പറഞ്ഞില്ലേ പോപ്കോണ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കടിച്ചെടുക്കും. ഇവർക്ക് ഭയങ്കര പേടിയായിട്ട് അവന് കൊടുക്കാനായിട്ട്. അവൻ കയ്യിൽ കടിച്ചെടുക്കുമെന്നും പറഞ്ഞിട്ട് പേടിച്ചാണ് അവന് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരാൾ അവിടെ പോയി മോൻ കൊടുക്കുന്നതും കഴിക്കും, ഇപ്പുറത്ത് വന്നിട്ട് മോളുടെ നിന്ന് വാങ്ങിച്ചായിരിക്കും. അങ്ങനെ ഓടി നടന്നാണ് കേട്ടോ കഴിക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് നേരം ഇവർ 3 പേരും കൂടെ അങ്ങ് കളിക്കാനായിട്ട് ഇരുന്നപ്പം ഇവളുടെ എന്തോ കളിപ്പാട്ടം അവൻ എടുത്തെന്നും പറഞ്ഞിട്ട് അവൾ കെറിയിച്ചങ്ങ് മാറിയിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം മോൻ ചെന്ന് റിച്ചൂട്ടൻ ചെന്നിട്ട് ഇങ്ങനെ സോപ്പ് ഇടുകയാണ് കേട്ടോ ഓരോന്നൊക്കെ കൊടുത്തിട്ട്. അപ്പോഴേക്കും പിന്നെ ഇക്കായി വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക വന്ന സമയത്ത് മീൻ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞാൻ മീനൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അങ്ങ് അകത്തോട്ട് പോയി. എന്നിട്ട് നമ്മൾ പാത്രത്തിലാക്കി ഒരു 3 ദിവസത്തേക്കുള്ളതാണ് കേട്ടോ കൊണ്ടുവരുന്നത്.
അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് 2 പാത്രത്തിലൊക്കെ ആക്കി എല്ലാം ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇക്കാക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് വന്നു. മുകളിലാണ് കേട്ടോ വാഷിംഗ് മെഷീനും കാര്യങ്ങളും. പിന്നെ തുണിയെല്ലാം നമ്മൾ ഉണക്കുന്നത് മുകളിലാണ്. അയയും കാര്യങ്ങളൊക്കെ മുകളിലാണ് കേട്ടോ കെട്ടിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് നമ്മൾ തുണിയെല്ലാം അങ്ങ് എടുത്തു. ഈ സമയത്ത് കുട്ടികൾ എൻ്റെ പുറകിലുണ്ട് കേട്ടോ. അവരവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കിടക്കുന്ന ഓടിക്കളിക്കുക. അവർക്ക് ഈ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഒരു ഇഷ്ടമാണ് ഇവിടെ നിന്ന് കളിക്കാനായിട്ട്. അങ്ങനെ അവർ കാര്യമായിട്ട് തകൃതിയിൽ ഇവിടെ അവരുടെയും കളികൾ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് തുണിയൊക്കെ എടുത്ത് താഴേക്ക് വന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് മടക്കി വയ്ക്കണം. പിന്നെ ഞാൻ മടക്കുന്നതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. പിന്നെ നമ്മൾ നേരെ കർട്ടനും കാര്യങ്ങളും ഒക്കെ ഒന്ന് പിടിച്ച് ഒന്ന് ലെവൽ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. ഈ ഒരു സമയപ്പോഴത്തേക്കും ഒരു 6:30 ആ ഒരു സമയം ഇതിൻ്റെ ബാങ്ക് വിളിക്കുന്ന ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞാൻ പിന്നെ പെട്ടെന്ന് നമ്മുടെ ഇവിടെയും കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇടണമായിരുന്നു. ജനലെല്ലാം ഒന്ന് അടച്ച് കർട്ടനും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടു. ഇനിയിപ്പോൾ നമുക്ക് ചെടിക്കും കൂടി ഒന്ന് വെള്ളം ഒഴിക്കാനുണ്ട്. അപ്പം ചെടിക്കും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ വൈകുന്നേരത്തെ കുറച്ച് പണികൾ ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ എല്ലാ വീട്ടിലും എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇതെല്ലാം. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ മാക്സിമം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം. കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ഇനിയിപ്പം ഞാൻ വെള്ളമൊക്കെ ചെടിക്കൊന്ന് ഒഴിച്ചിട്ട് നേരെ കുട്ടികളെ അങ്ങ് പഠിക്കാനായിട്ട് അങ്ങ് പിടിച്ചിരുത്തുകയാണ് കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിലായിട്ട് കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. മാവ്, പിന്നെ പ്ലാവ് വെച്ചിട്ടുണ്ട്, സപ്പോട്ട, പേര, അങ്ങനെ കുറച്ച് മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ വീട് വെച്ച ആ ഒരു സമയത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് കിളിച്ച് വരണം. വീട് വെച്ച സമയത്തല്ല, നമ്മൾ വീട് വെച്ച് താമസമായതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് കിളിച്ച് വന്നെങ്കിൽ മാത്രമേ ഫ്രണ്ടിൽ നല്ല തണലും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുട്ടികളെ നേരെ അങ്ങ് പഠിക്കാനായിട്ട് എത്തിയേ. അപ്പോൾ ഇവർക്ക് കുറേ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കൂടെ സ്കൂളിലെ ആനുവൽ ഡേയുടെ വിശേഷങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ മോളെടുത്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് കുറച്ചു നേരം വായിച്ചൊക്കെ ഞാൻ നോക്കി. അങ്ങനെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ വീഡിയോസും ഒക്കെ ഞാൻ ആനുവൽ ഡേ കഴിഞ്ഞിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഓക്കെ, മോൻ്റെ ഡാൻസൊക്കെ ഉണ്ടേ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ആ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക.